Next question, 0.086. 0.086. 0.86 എന്ന് പറയുമ്പോൾ ഡെസിമൽ പാർട്ടിൽ എത്ര ഡിജിറ്റ് വരുന്നുണ്ട്? 1, 2, 3. 3 ഡിജിറ്റ് വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഡിനോമിനേറ്ററിൽ 3 സീറോ വരണം. ദാറ്റ് ഈസ് 1000. 3 സീറോ വരണം. ദാറ്റ് ഈസ് 1000. ഇനി ന്യൂമറേറ്ററിൽ എന്ത് എഴുതണം? സീറോസും ഡെസിമൽ പോയിന്റും ഒക്കെ അങ്ങ് ഒഴിവാക്കിയിട്ട് ബാക്കി വരുന്നത് ദാറ്റ് ഈസ് ഓൺലി 86. 86 ആണ് എന്തിൽ വരുന്നത്? ന്യൂമറേറ്ററിൽ വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? സെയിം നമ്പർ കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഡിവൈഡ് ചെയ്ത് സിമ്പിൾ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. 86നെയും 1000നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു നമ്പർ 2 ആണ്. 86നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 43 എന്ന് കിട്ടും. 1000നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 500 എന്നും കിട്ടും. ഇനി വേറൊരു നമ്പറിനെ കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. സോ ദി സിംപ്ലസ്റ്റ് ഫോം ഈസ് 43 by 500. മനസ്സിലായോ? അടുത്തത് 0.252. ഇവിടെയും ഇതേപോലെ തന്നെ ഡിനോമിനേറ്ററിൽ 3 സീറോ വരണം. ബിക്കോസ് the decimal part has only 3 places. 3 സീറോ വരുമ്പോൾ 1000. ഇനി ന്യൂമറേറ്ററിൽ എന്ത് വരണം? സീറോയും ഡെസിമൽ പോയിന്റും ഒക്കെ ഒഴിവാക്കിയിട്ട് ബാക്കി വരുന്ന നമ്പേഴ്സ് ഡിജിറ്റ്സ് 252. ഇനി ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. 252നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 126 എന്ന് കിട്ടും. 1000നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 500 എന്ന് കിട്ടി. ഇനിയും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 126നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 63. 500നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 250. Then this is the answer. 63 by 200, 250. ഇനി ലാസ്റ്റ് വൺ ഒന്ന് ചെയ്ത് നോക്കിയേ. 0.155. ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയേ. 0.155. That is equal to 155 divided. കിട്ടിയോ? ഇത് തന്നെയാണോ നോക്കണേ. 155 divided by 1000. രണ്ടിനെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 31,200 equal to 31 by 200. 31 by 200 ആണോ? ഇതന്നെയാണോ കിട്ടിയേ? ഓക്കെ. അപ്പൊ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് എഴുതാൻ മനസ്സിലായല്ലോ? അടുത്തത് ഡെസിമൽ പ്ലേസസ് ആണ്. 3 തരത്തിലുള്ള ഡെസിമൽസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. 3 തരത്തിലുള്ള ഡെസിമൽസ് ഉണ്ട്. ലൈക്ക് ഡെസിമൽസ്, അൺലൈക്ക് ഡെസിമൽസ്, ഇക്വാലന്റ് ഡെസിമൽസ്. ലൈക്ക് ഫ്രാക്ഷൻസും അൺലൈക്ക് ഫ്രാക്ഷൻസും ഇക്വാലന്റ് ഫ്രാക്ഷൻസും ഉള്ളതുപോലെ തന്നെ ഡെസിമൽസിലും സെയിം ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ലൈക്ക് ഡെസിമൽസ്, അൺലൈക്ക് ഡെസിമൽസ്, ഇക്വാലന്റ് ഡെസിമൽസ്.
Okay, like decimals എന്ന് പറഞ്ഞാൽ decimals having an equal number of decimal places are called like decimals. Decimal place il equal number of digits decimals digit varunundengil such decimal numbers are called like decimals. For example, 1.235, 5.062, 15.891. ഇതിലൊക്കെ decimal place ൽ 3 ഡിജിറ്റ് വരുന്നുണ്ട്. Decimal place ന്റെ number of digits same number അല്ല, number of digits എത്ര എണ്ണം, എത്ര digits വരുന്നു, എത്ര place വരുന്നു, same number of places വരുന്നുണ്ടെങ്കിൽ such decimals are called like decimals. അങ്ങനെയാണെങ്കിൽ unlike decimals എന്തായിരിക്കും? ഡിഫറെന്റ് ആയിട്ട് വരുന്നത്, different number of places വരുന്നതാണ് unlike decimals. Example 7.865, 325.02 are unlike decimal. അത് ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തു വെക്കണേ. ലൈക്ക് ഡെസിമൽസിലെ decimals having an equal number of decimal places are called like decimals. Unlike decimals എന്ന് പറഞ്ഞാൽ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. Decimals having different number of decimal places are called unlike decimals. Then equivalent decimals. Equivalent decimals എന്ന് പറഞ്ഞാൽ അവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ മാത്രം നോക്കിയാൽ മതി. 0.7, 0.70, 0.700, 0.70000 അങ്ങനെ വരുന്നത്. എന്തോ? അതായത് 0.7, 0.70, 0.700 ഈ 3 ഡെസിമൽസ് നോക്കിയാൽ ഇതിൽ 0.7 എന്ന് പറഞ്ഞാൽ 7/10 ആണ് അല്ലേ? 7/10 ആണ്. 0.70 എന്ന് പറഞ്ഞാൽ ഇവിടെ 2 ഡെസിമൽ പ്ലേസ്, ഹൺഡ്രഡ്സിന്റെ പ്ലേസും വരുന്നുണ്ട്. സോ ഇറ്റ് ഈസ് 7/100 ആണ്. 0.700 എന്ന് പറയുമ്പോൾ 3 ഡെസിമൽ പ്ലേസ് വരുന്നുണ്ട്. അപ്പൊ എന്ത് വേണം? ഡിനോമിനേറ്ററിൽ 3 പ്ലേസ് വേണം, 3 സീറോസ് വേണം. 7/1000. എന്നാൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവിടെ 10th പ്ലേസിൽ മാത്രമേ 7 വരുന്നുള്ളൂ. ബാക്കി ഒരു പ്ലേസിലും 0 വരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ വാല്യൂ ഇല്ല. സീറോനെ കൊണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് അവിടെ വാല്യൂ ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് 0 എഴുതുന്നത്. ഇവിടെ 10th പ്ലേസിൽ മാത്രമേ 7 വരുന്നുള്ളൂ. അപ്പൊ ഇതിന്റെ എല്ലാം വാല്യൂ സെയിം ആയിരിക്കും. ഇതിന്റെ എല്ലാം 0.7ന്റെയും 0.70ന്റെയും 0.700ന്റെയും വാല്യൂ സെയിം ആയിരിക്കും. ഇങ്ങനെയുള്ള ഡെസിമൽസിനാണ് നമ്മൾ ഈക്വാലന്റ് ഡെസിമൽ എന്ന് പറയുന്നത്. അതായത് ഡെസിമൽ പ്ലേസസ്, നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ് എത്ര വേണമെങ്കിലും ആയിക്കോട്ടെ, അതിന്റെ വാല്യൂ സെയിം ആണെങ്കിൽ അത്തരം ഡെസിമൽസിനെ നമ്മൾ ഈക്വാലന്റ് ഡെസിമൽസ് എന്ന് പറയുന്നു. ഈക്വാലന്റ് ഡെസിമൽസ് അടുത്ത ക്ലാസ്സിൽ ഒന്നും കൂടി ഞാൻ ഡിസ്ക്രൈബ് ചെയ്തുതരാം. ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ.